ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ 7 മുതൽ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നതിൻ്റെ ഗുണഫലങ്ങളെ പറ്റിയാണ്. പൊതുവെ എല്ലാ കുറുകാർക്കും ലഗ്നക്കാർക്കും ദോഷങ്ങൾക്ക് ശമനവും ആശ്വാസ സമയവും ആയിരിക്കും. ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ 20 കർക്കിടക രാശിയിലേക്ക് കുജൻ രാശി മാറി വന്നു. കർക്കിടക രാശി എന്ന് പറയുന്നത് കുജൻ്റെ നീചരാശിയാണ്. ആ നീചരാശിയിൽ കുജന് ബലം കുറവാണ്. ഡിസംബർ 7 മുതൽ ആ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് 2025 ജനുവരി 20 വരെ ആ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. ഇപ്പം നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ആ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ പല ദോഷങ്ങൾക്കും ശമനം വരുന്ന സമയമായിരിക്കും, ഗുണാനുഭവം ഉണ്ടാവുന്ന സമയമായിരിക്കും. ഇപ്പോൾ കുജൻ്റെ വക്രഗതിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ചൊവ്വാഗ്രഹം 4, 7, 8 രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ആ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് ദോഷശമനം ഉണ്ടാകും, ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടാണ് സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവം എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. ആദ്യം മേടക്കൂറുകാർക്ക്, അതായത് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എന്തായിരിക്കും ഗുണാനുഭവം നോക്കാം. ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ്, അതുപോലെ തന്നെ അഷ്ടമഭാവാധിപനുമാണ്. അപ്പോൾ ജന്മരാശ്യാധിപനും അഷ്ടമഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ 4-ാം ഭാവരാശിയിൽ നിൽക്കുകയാണ്. അതായത് 4-ാം ഭാവരാശി എന്ന് പറയുന്നത് നീചരാശിയാണ് ആ ചൊവ്വാഗ്രഹത്തിൻ്റെ. അപ്പോൾ ആ നീചരാശിയിൽ നിൽക്കുന്ന സുഖസ്ഥാനത്ത് നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം ഡിസംബർ 7 മുതൽ വക്രഗതിയിലാകുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് ഈ ജനുവരി 20 വരെ ആ 4-ാം ഭാവരാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും. അപ്പോൾ ഈ കുജൻ 4 വക്രത്തിലാകുമ്പോൾ, അതായത് നീചരാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം വക്രത്തിലാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ടെൻഷൻസ്, അല്ലെങ്കിൽ ആ വൈകാരികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ, അവയൊക്കെ മാറുന്നതിന് ആ നീചരാശി നിൽക്കുന്ന ചൊവ്വയുടെ വക്രസഞ്ചാരം വഴിതെളിക്കുമെന്ന് പറയാം. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ തർക്കങ്ങൾ, ഇവയൊക്കെ പരിഹരിച്ചു പോകാൻ ഈ കുജൻ്റെ വക്രഗതി സഹായകമാകും. കുടുംബത്തിലോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അത് തീർക്കുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്തുണ്ടാകും. പൊതുവെ നമ്മുടെ ആത്മവിശ്വാസക്കുറവൊക്കെ നമുക്ക് മാറും, നമുക്ക് ധൈര്യം, വീര്യം ഇവയൊക്കെ ഉണ്ടാവും. കാരണം ജന്മരാശ്യാധിപൻ നീചരാശി നിൽക്കുമ്പോൾ പൊതുവെ നമുക്ക് ഒരു ധൈര്യവും വീര്യവും ഒക്കെ കുറയുന്ന സമയമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 20 മുതൽ. അത് ക്രമേണ മാറുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബകാര്യത്തിലൊക്കെ നമുക്ക് വളരെ ശ്രദ്ധ ഉണ്ടാകും. അതുപോലെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാന്ദ്യമൊക്കെ ക്രമേണ മാറും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. പൊതുവെ റിലേഷൻഷിപ്പിൽ ആ പൊരുത്തക്കേടുകളൊക്കെ കുറയുന്നതിനും ആ കുജൻ്റെ വക്രഗതി സഹായകമാകും. തൊഴിലിടത്ത്, അതുപോലെ തന്നെ ബിസിനസ്സിൽ ഒക്കെ ഉള്ള ആ ഇഷ്യൂസ് അവയൊക്കെ പരിഹരിക്കുന്നതിനും ആ തൊഴിലിടത്തൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും തൊഴിലിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനും ഒക്കെ ഈ കുജൻ്റെ വക്രസ്ഥിതി
വഴിതെളിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ ഗ്രഹം കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ തൊഴിലിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും, കാര്യക്ഷമതയുണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ തന്നെ ആത്മവിശ്വാസം കൂടുന്ന സമയമാണ്. അതുകൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളിൽ ഈ അടുത്ത കാലത്ത് വന്ന എന്തെങ്കിലും വീഴ്ചകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അവയൊക്കെ പരിഹരിക്കുന്നതിനും ഈ നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. പൊതുവെ നമുക്ക് ആ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ആ തടസ്സങ്ങളൊക്കെ മാറി ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ കുജന്റെ വക്രഗതി സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അതുപോലെ രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വാഗ്രഹം നീചരാശിയിൽ വക്രത്തിലാകുന്നത് കൊണ്ട് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം. ഇപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ഇപ്പോൾ 3-ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നീചസ്ഥിതനാണ് ചൊവ്വാഗ്രഹം. അപ്പം ഡിസംബർ 7 മുതൽ ആ നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലേക്ക് മാറുന്നു, വക്രഗതിയിലാകുന്നു. അത് ജനുവരി 20 വരെ ആ നീചരാശിയിൽ ചൊവ്വാഗ്രഹം വക്രഗതിയിലായിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 3-ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങളെല്ലാം ക്രമേണ പരിഹരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും. അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും. അതുപോലെ അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. അപ്പോൾ അതൊക്കെ തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഈ അയൽവക്കക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ചു പോകുന്ന സമയമായിരിക്കും. പൊതുവെ നമുക്ക് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ ആ ധൈര്യക്കുറവൊക്കെ മാറി നമുക്ക് ധൈര്യം, നമുക്ക് വീര്യം, അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ വീണ്ടെടുക്കാൻ കഴിയുന്ന സമയമാണ്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം, മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മീഡിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആലസ്യം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇവയൊക്കെ പരിഹരിച്ചു പോകുന്ന സമയമായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഊർജ്ജസ്വലത വരും. ദൈനംദിന പ്രവർത്തനങ്ങളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുകയും ശത്രുശല്യമൊക്കെ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങൾ, എന്തെങ്കിലും കേസുകളൊക്കെ ഇപ്പം നിലവിലുണ്ടെങ്കിൽ ആ കേസുകളിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഈ 3-ാം ഭാവരാശിയിൽ നീചസ്ഥിതി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരിക വഴി ഉണ്ടാകും. നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ കടബാധ്യത എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളൊരു ചിന്ത, അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഒക്കെ ഈ സമയത്ത് കണ്ടെത്താൻ അത് ഈ കുജന്റെ ഈ നീചരാശിയിലെ വക്രസ്ഥിതി വഴിതെളിക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശത്തൊക്കെ ഉന്നത പഠനം അവർക്കും അതുപോലെ വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. പൊതുവേ നല്ല ചിന്തകൾ, നല്ല ഉന്നതമായ ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഈ സമയത്തുണ്ടാകും. അത് കൈവരിക്കുന്നതിനുള്ള പ്ലാനും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളും ഒക്കെ തന്നെ ഈ സമയത്ത് രൂപം നൽകും എന്ന് തന്നെ പറയാം. അതുപോലെ കർമ്മസ്ഥാനത്ത് ഈ കുജന്റെ അഷ്ടമദൃഷ്ടിയുണ്ട്. അതിൽ തൊഴിലൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാകും. തൊഴിലിടത്തൊരു സഡൻ മാറ്റമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ജോലിയിൽ സഡൻ മാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റത്തിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുത്തൻ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ആണ് കാണുന്നത്. ചിലർക്ക് തൊഴിൽ സംബന്ധമായിട്ട്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ദൂരെ യാത്രകളൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ തൊഴിലിടത്തുണ്ടാകും. പൊതുവെ അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം.
ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും, അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കിടക രാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്തെന്ന് നോക്കാം. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും 6ഉം 11ഉം ഭാവാധിപനാണ് ചൊവ്വാഗ്രഹം. ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ 2ാം ഭാവരാശിയിലെ നീചസ്ഥിതനാണ്. ഡിസംബർ 7 മുതൽ ആ നീചസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ നീചരാശിയിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ജനുവരി 20 വരെ ആ നീചരാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിൽ ആയിരിക്കും. അപ്പോൾ പൊതുവേ നമുക്ക് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും അത്തരം പ്രശ്നങ്ങൾ കുറയുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് നമ്മുടെ സംസാരത്തിലൊക്കെ നമുക്ക് മുൻപ് വന്ന ആ വീഴ്ചകളൊക്കെ തിരുത്തി സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കും, വീഴ്ചകളൊക്കെ പരിഹരിക്കും. അതുപോലെ നമ്മുടെ ധനസ്ഥിതിയിൽ വന്ന അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ അവയൊക്കെ മാറും. സാമ്പത്തിക സ്ഥിരതയ്ക്കൊക്കെ അത് വഴിതെളിക്കും. സാമ്പത്തികമായിട്ട് പ്ലാനിങ്ങും അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രമൊക്കെ തന്നെ ഈ സമയത്ത് രൂപം നൽകും. സമ്പാദ്യം, അതുപോലെ ചെലവ്, ഇവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്ന സമയമായിരിക്കും. പൂർവ്വകാല നിക്ഷേപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പൂർവ്വകാല മുതൽ മുടക്കുകളിൽ നിന്നൊക്കെ നമുക്ക് നേട്ടങ്ങൾ കൈവരുന്ന സമയമായിരിക്കും. പൊതുവെ നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുക്കുന്ന സമയമായിരിക്കും. ധനപരമായിട്ട് ഉള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു ശ്രദ്ധ കൂടുന്ന സമയമാണ്. അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഒക്കെ കുറയുന്നതിനും അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ പൊതുവെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ മാറും. പ്രണയബന്ധമൊക്കെ സ്മൂത്ത് ആകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ഈ ജോയിൻ്റ് അസറ്റ്സ് അത് പുനർവിന്യാസമൊക്കെ നടത്തി ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു ചിന്ത ഈ സമയത്തുണ്ടാകും. ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും. റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേഷനൊക്കെ കൂടും. അന്വേഷണത്തിലും ഗവേഷണത്തിലുമൊക്കെ തന്നെ കാര്യക്ഷമത കൂടുന്ന സമയമായിരിക്കും. ചിലർക്ക് പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ചിലർക്ക് ഈ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും കർക്കിടക രാശിയിൽ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഗുണാനുഭവം എന്തൊക്കെയെന്ന് നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പം പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, അതുപോലെ ആയില്യം നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ യോഗകാരകനാണ്. ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ ജന്മരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. ഡിസംബർ 7 മുതൽ ആ നീചസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രഗതിയിലാകുന്നു. ജനുവരി 20 വരെ ആ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ജന്മരാശിയിലാണ് നീചസ്ഥിതനായിട്ടുള്ള ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ഉണ്ടാകും. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും. ആത്മവിശ്വാസമൊക്കെ കൂടും. അതുപോലെ തന്നെ നമുക്ക് ശരീരബലമൊക്കെ കൂടുന്ന സമയമാണ്. നമുക്ക് ഒരു ധൈര്യക്കുറവൊക്കെ അടുത്ത കാലത്ത് അനുഭവപ്പെട്ടുവെങ്കിൽ ആ ധൈര്യക്കുറവൊക്കെ മാറും. നല്ല വീര്യമൊക്കെ ഉണ്ടാകും. ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ശ്രമം, അതിനുള്ള കഴിവ് തനിക്കുണ്ട് എന്നൊരു തോന്നലുണ്ടാകും. വൈകാരികമായി പ്രതികരിക്കുന്ന പ്രവണതയൊക്കെ മാറും. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കും. ക്രിയേറ്റീവ് തലത്തിലും അതുപോലെ പഠനത്തിലൊക്കെ ഉണ്ടായ ആ ഉത്സാഹമില്ലായ്മ അതൊക്കെ മാറും. തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഇച്ഛാശക്തി കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കും. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വാഹനം, അതുപോലെ വീട്, ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് നിലവിൽ വന്ന തടസ്സങ്ങൾ ഒക്കെ തന്നെ മാറും. റിയൽ എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അതിൽ നിന്നൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഈ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഒക്കെ മാറും. മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകും. ബിസിനസ്സിലൊക്കെ ഈ തർക്കങ്ങൾ പരിഹരിക്കും. പാർട്ട്ണർഷിപ്പിലൊക്കെ ശ്രദ്ധ കൂടും. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്ലാന്, അതിനുള്ള തന്ത്രങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ സമയത്ത് രൂപം നൽകും.
കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. ചിലർക്ക് ദൂരയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാധ്യതയുണ്ട്. വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ ക്രമേണ മാറും. അതുപോലെ ഈ ജോയിന്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തി ആസ്തി നേട്ടം കൈവരിക്കുന്നതിന് ഉള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. പൂർവകാല അധ്വാനങ്ങളിൽ നിന്ന് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് ഈ സമയത്ത് കിട്ടും. അതിനുള്ള സാധ്യത കാണുന്നു. കർമ്മത്തിലൊക്കെ ഒരു പരിവർത്തനത്തിന് സാധ്യതയുണ്ട്. കരിയർ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള ഊർജിത ശ്രമം ഈ സമയത്തുണ്ടാകും. ചിലർക്ക് ഭാഗ്യാനുഭവം ഈ സമയത്തുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.